ഹായ്, വെൽക്കം ടു മദർഹുഡ് ഫാമിലി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ഹൈലി റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണത്. ഒന്നോ രണ്ടോ ആൾക്കാരാണ് പറയുന്നതെങ്കിൽ ഞാനത് വിട്ടേനെ. പക്ഷേ ഇതിനോട് ഒത്തിരി ആളുകൾ ചോദിച്ചു. അതായത് പിന്നെ ചേച്ചി ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുങ്കുമപ്പൂവിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, അത് എങ്ങനെ കഴിക്കണം, ഏത് സമയത്ത് കഴിക്കണം, എത്ര അളവ് കഴിക്കണം, വെള്ളത്തിൽ കഴിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, കുങ്കുമപ്പൂവിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ പേര്, ഇപ്പം ഒന്നോ രണ്ടോ ആൾക്കാരെ ചോദിക്കുന്നെങ്കിലും അല്ലെങ്കിൽ ഇപ്പം എന്നോട് അവർ പറയുന്നു ഇതൊരു വീഡിയോ ഒക്കെ ഇടാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ പേര് പറയുന്നത്. അപ്പോൾ ഞാൻ അതെന്ന് പറഞ്ഞില്ലേ, കുറച്ച് പേരൊക്കെയാണ് ഞാനങ്ങ് വിട്ടേനെ. പക്ഷേ ഇതിപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നു. അതിനിടയ്ക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇടാൻ തന്നെ കാരണം, ഒരു കൊച്ച് എന്നോട് പറഞ്ഞു, പിന്നെ ചേച്ചി എനിക്കൊരു ചെറിയ ടിന്ന് കിട്ടി കുങ്കുമപ്പൂവിന്. അപ്പോൾ ഞാനത് ഒരു മാസം കഴിച്ചു ചേച്ചി, ഒരു മാസം കൂടി ഞാനത് തീർത്തു, അത് മതിയോ, ഇനിയും ഞാൻ കഴിക്കണമെന്ന്. ശരിക്കും ഞാനത് കേട്ടിട്ട് പിന്നെ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ടാണോ നടക്കുന്നത് എന്നൊക്കെ. കാരണം ഇത്രയൊക്കെ കഴിക്കാമെന്ന് വെച്ചാൽ ഒരു മാസം കൊണ്ട് ഒരു ടിന്ന് തീർക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. എന്തോരം നമുക്ക് അറിയാവുന്നവർക്കറിയാം, കുങ്കുമപ്പൂ ശരിക്കും ഒരു ചെറിയ ടിന്നാണെങ്കിൽ വരെ നമുക്കത് ഒരു വർഷത്തേക്ക് ഉപയോഗിക്കാനുണ്ട്. അതാണ് ഒരു മാസം കൊണ്ട് കഴിച്ചു എന്ന് പറഞ്ഞത്. അപ്പം എനിക്ക് തോന്നി എന്തായാലും ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടണം. കാരണം അറിവില്ലായ്മ കാരണം ആർക്കും ഒന്നും പറ്റാതിരിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ശരിക്കും ഈ വീഡിയോ ഇടുന്നത്. അധികമായാൽ അമൃതും വിഷമെന്ന് നമ്മൾ കേട്ടിട്ടില്ല എന്ന് പറയുന്ന പോലെ തന്നെ കുങ്കുമപ്പൂ നമ്മൾ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് എന്ന് കരുതിക്കൊണ്ട് ഒരുപാട് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് റിസൾട്ടായിരിക്കും വരിക എന്ന്, കുഞ്ഞുങ്ങൾക്കും നമുക്ക് ആർക്കായാലും എന്നാന്ന് വെച്ചാൽ. അപ്പോൾ ഞാനിപ്പോൾ കുങ്കുമപ്പൂവിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ശരിക്കും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഒരു സ്പെഷ്യൽ ടിപ്സിൻ്റെ വീഡിയോയിൽ ഞാൻ കുങ്കുമപ്പൂവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇത് കുങ്കുമപ്പൂവിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്ന വീഡിയോയാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, നേരെ ടോപ്പിക്കിലോട്ട് കിടക്കാം. എന്താണെന്ന് വെച്ചാൽ കുങ്കുമപ്പൂവിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കുങ്കുമപ്പൂ എന്തിനാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ, ഒരിക്കലും കുഞ്ഞിന് കളറ് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ആരും കുങ്കുമപ്പൂ കഴിക്കരുത്. കാരണം കുങ്കുമപ്പൂ കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനും കളറ് വരില്ല. ദൈവമായിട്ട് കൊടുക്കുന്ന കളറല്ലാതെ, അല്ലെങ്കിൽ അപ്പൻ്റെ അമ്മേൻ്റെ അല്ലെങ്കിൽ അവരുടെ ബാക്കിലോട്ട് പോയാൽ വല്യപ്പൻ വല്യമ്മ അങ്ങനെ കുടുംബത്തിലുള്ള ആരെങ്കിലുമൊക്കെ കളറുകളോ അതൊന്നും അല്ലാതെ ഒരു കുഞ്ഞിനും കുങ്കുമപ്പൂ കഴിച്ചതിൻ്റെ പേരിൽ ഇന്നേ വരെ കളർ വന്നിട്ടുമില്ല, സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുമില്ല. അതായത് കുങ്കുമപ്പൂ കഴിച്ചു കഴിഞ്ഞാൽ കളർ വരും എന്നുള്ളത് ആരും പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ കുങ്കുമപ്പൂവിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കളറ് വരിക എന്നുള്ളതല്ല, ബ്ലഡ് സർക്കുലേഷൻ, കുഞ്ഞുങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കും. നന്നായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ആ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടന്നാലുള്ള ഗുണമെന്ന് വെച്ചാൽ അവർ എപ്പോഴും അല്ല എനർജറ്റിക് ആയിട്ട് നല്ല യങ്സ്റ്റേഴ്സ് ആയിട്ടുണ്ടാവും നമ്മുടെ മക്കൾ. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ എക്സാമ്പിൾ പറയാം, നമ്മുടെ കുഞ്ചാക്കബോബനില്ലേ, കുഞ്ചാക്കബോബൻ ഇപ്പോൾ എന്തായാലും ഒരു എബോ 40 അത്രയൊക്കെ നല്ല ഏജ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത്ര യങ്ങായിട്ടിരിക്കുന്നത്? ചിലപ്പം കുഞ്ചാക്കബോബൻ്റെ അമ്മ കുങ്കുമപ്പൂ കഴിച്ചിട്ടുള്ളതായിരിക്കാം കുഞ്ചാക്കബോബൻ. കാരണം വെച്ചാൽ നമ്മൾ ഏജ് ആയാലും നമ്മൾ ഏജ് തോന്നിക്കില്ല, നമ്മൾ ചെറുപ്പമായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതാണ് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുമ്പോഴുള്ള ഗുണമാണത്. കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കും. നമ്മൾ ബ്ലഡ് ഇങ്ങനെ വല്ലാതെ സ്ലോയിലാണ്, സർക്കുലേഷൻ വരെയൊക്കെ നടക്കുന്നില്ലെങ്കിൽ നമ്മൾ വളരെ തളർച്ച അങ്ങനത്തെയൊക്കെ ഫീൽ ചെയ്യില്ലേ. അപ്പോൾ നമുക്ക് നന്നായി എല്ലാം സ്മൂത്തായിട്ട് നടക്കുന്നെങ്കിൽ നമ്മൾ നല്ല ഉഷാറായിരിക്കും. അതാണ് കുങ്കുമപ്പൂ കൊണ്ടുള്ള ഗുണം. ഇനി കുങ്കുമപ്പൂ എപ്പോഴാണ് കഴിക്കേണ്ടതെന്നുള്ളത്, അതായത് കഴിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നമ്മുടെ പ്രഗ്നൻസിയിൽ 6 മന്തിലാണ് കുങ്കുമപ്പൂ കഴിക്കേണ്ടത്. എന്നോട് എൻ്റെ ഒരു കസിൻ എനിക്കറിയാവുന്ന ചേച്ചി പറഞ്ഞു തന്നതാണ്. 6 മന്തിലാണ് കുങ്കുമപ്പൂ കാരണം ആ സമയത്താണ് കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് ഏകദേശം ഒരു നന്നായിട്ട് തന്നെ, ആ ഒരു സമയത്ത് കുഞ്ഞായിട്ട് രൂപപ്പെട്ട് വരുന്ന സമയം അതാപോലും 6-ാം മാസത്തിലാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുങ്കുമപ്പൂ കഴിക്കുകയാണെങ്കിൽ ആ കുങ്കുമപ്പൂവിൻ്റെ എല്ലാവിധ ഗുണവും കുഞ്ഞിന് കറക്റ്റായിട്ട് കിട്ടും പോലും. അപ്പോൾ അതുകൊണ്ടാണ് കുങ്കുമപ്പൂ 6-ാമത്തെ മാസത്തിൽ കഴിക്കുക എന്ന് പറയുന്നത്. ഇനിയിപ്പം അതിന് മുമ്പ് കഴിച്ചു എന്നോർത്തും അതിന് പിമ്പ് കഴിച്ചു എന്നോർത്തും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇപ്പം സ്റ്റാർട്ടിങ് തൊട്ട് കഴിക്കുന്നവർക്കാണ്, ചിലർക്ക് സ്റ്റാർട്ടിങ് തൊട്ട് കഴിക്കാൻ പറ്റില്ല. അതായത് നമുക്കറിയാം പ്രഗ്നൻസിയിൽ വോമിറ്റിംഗ് ടെൻഡൻസി എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ വോമിറ്റ് വരുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് മിൽക്ക് പോലും നമുക്ക് കുടിക്കാൻ പറ്റില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ 6-ാം മാസത്തിലൊക്കെ നമ്മൾ ഇപ്പം ഈ പറയുന്ന പോലെ കഴിക്കുന്നതെങ്കിൽ, 6-ാം മാസം കഴിക്കുന്നതിൻ്റെ വേറെ ഗുണം എന്താണെന്ന് വെച്ചാൽ, 6-ാം മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് വോമിറ്റൊന്നും ഉണ്ടാവില്ല. അപ്പോഴത്തേക്ക് നമ്മൾ പക്കാൻ നോർമലായിക്കോളും. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്വസ്ഥമായിട്ട് കുടിക്കുകയും ചെയ്യാം. അതാണ് അപ്പം കഴിക്കേണ്ടതെന്ന് വെച്ചാൽ മെയിനായിട്ട് 6-ാം മാസത്തിലാണ് കഴിക്കേണ്ടത്.
ഇനിയിപ്പോൾ അതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ല, അതിന് മുമ്പ് കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഇനി എങ്ങനെ കഴിക്കണം എന്നത് വെച്ചാൽ പിന്നെ ഒരു ഗ്ലാസ് പാല് നമ്മളിപ്പോൾ ഒരു നേരത്തേക്ക് ഇപ്പോൾ രാത്രി ഏത് സമയത്താണ് ഇപ്പോൾ 3 നേരം കുടിക്കാനുള്ള 3 നേരം കുടിച്ചാൽ, പക്ഷേ നല്ലത് രാത്രിയിൽ കുടിക്കുന്നതാണ്. കാരണം നമുക്ക് രാത്രി സമയത്ത് കുടിച്ചാൽ നല്ല ഉറക്കവും കിട്ടും, പാല് കഴിച്ചാൽ നല്ല ഉറക്കവും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്ലാസ് പാലെടുക്കുക. ഒരു ഗ്ലാസ് പാലിൽ കുറച്ച് വെള്ളവും ചേർക്കുക. കുറച്ച് വെള്ളം ചേർത്തുകൊണ്ട് ആ പാല് പ്യുവർ പാല് മാത്രമല്ലാതെ കുറച്ച് വെള്ളവും ചേർത്ത് നമ്മളത് ബോയിൽ ചെയ്യാൻ വെക്കുക. ആ ബോയിൽ ചെയ്യാൻ വെക്കുന്ന പാത്രത്തിലോട്ട് 2 അല്ലെങ്കിൽ കൂടിപ്പോയ 3 അല്ലി കുങ്കുമപ്പൂ ഇടുക. കൂടുതൽ ക്വാണ്ടിറ്റി ഇടരുത്. അത് ഇടുന്നത് നെഗറ്റീവ് എഫക്റ്റേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളത് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തിന്നായിട്ട് ഭയങ്കര ചെറുതാണ്, നമുക്കത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അത്ര 2 അല്ലെങ്കിൽ 3 അല്ലി, മാക്സിമം 3 അല്ലി മാത്രമേ നിങ്ങൾ അതിനകത്തോട്ട് ഇടാവുള്ളൂ. ഇട്ടിട്ട് ബോയിൽ ചെയ്യാൻ വെക്കുക. ബോയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇന്ന് തിളച്ച് പാല് പൊങ്ങുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ലോ ഫ്ലെയിമിലോട്ട് ഇടുക. ലോ ഫ്ലെയിമിലിടുമ്പോൾ ഇത് അവിടെ ഇരുന്ന് നന്നായി തിളച്ച് മറിയും. അപ്പം ഈ തിളച്ച് മറിയുന്ന സമയത്ത് കുറച്ച് പാല് വറ്റും. അപ്പം ആ വറ്റുന്നത് പാലാവാതിരിക്കാനാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാൻ പറഞ്ഞത്. കാരണം നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ആ വെള്ളമേ വറ്റിപ്പോകത്തുള്ളൂ, പാലിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇത് അളവ് കുറയില്ല. അപ്പോൾ പിന്നെ ആ പാല് തിളയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അത് ആ കുങ്കുമപ്പൂവിൻ്റെ ആ അല്ലിക്കകത്ത് നിന്ന് ഒരു കളർ ഇങ്ങനെ സ്പ്രെഡാവും നമുക്ക് കാണാൻ പറ്റും. ഒരു തരം യെല്ലോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു തരം റെഡിഷ് അങ്ങനത്തെ ഒരു കളറായിട്ടാണ് അത് വരുന്നത്. അപ്പം ആ കളർ സ്പ്രെഡാകുന്നതിന് അർത്ഥം എന്താ വെച്ചാൽ അതിൻ്റെ സത്ത് ഫുള്ള് അതിനകത്തോട്ട് ഇറങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് കുറച്ചധികം നേരം അങ്ങ് വെക്കുക. അപ്പോൾ അത് ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് ആ സത്ത് ഫുള്ള് അതിനകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഒരു അരിപ്പ എടുത്തിട്ട് ഇത് പാല് ഒരു ഗ്ലാസ്സിലോട്ട് അരിച്ചൊഴിക്കുക. എന്താണെന്ന് വെച്ചാൽ ആ അല്ലി കുങ്കുമപ്പൂവിൻ്റെ അല്ലി നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് കഴിക്കേണ്ട, അത് കളയുക. നമുക്ക് ആ സത്ത് ഇറങ്ങിയിരിക്കുന്ന ആ പാലേ നമുക്ക് വേണ്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നന്നായി ബോയിൽ ചെയ്ത് നിങ്ങളത് രാത്രിയിൽ കുടിച്ചോളുക. പിന്നെ 3 നേരം കുടിക്കാൻ പറ്റുമോ ഒന്ന് കുറച്ച് പേരോട് ചോദിച്ചിരുന്നു. എത്ര നേരം കുടിച്ചെന്ന് പറഞ്ഞത് കുഴപ്പമില്ലാത്ത നമ്മുടെ കപ്പാസിറ്റി പോലെ ഇരിക്കും, പക്ഷേ രാത്രി കുടിച്ചാൽ നല്ല ഉറക്കം കിട്ടും, അത് വേറെ കാര്യം. പിന്നെ വെള്ളത്തിൽ ഇട്ട് കുടിക്കാം, അതായത് വെള്ളത്തിൽ കുങ്കുമപ്പൂ ഇട്ട് തിളപ്പിച്ച് കുടിക്കാമോ, ആ വെള്ളം കുടിക്കാമോ എന്നുള്ളത് ഒരു കുഴപ്പമില്ല, കുടിക്കാം. പിന്നെ പാലാണ് കുറച്ചും കൂടെ ഗുണം എന്ന് പറയുന്നത്. വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്ത് ആ വെള്ളം കുടിച്ചാൽ ഒരു പ്രശ്നവുമില്ല. ഇനി ചിലർക്ക് എന്തുണ്ട്, അതായത് ഞാൻ പ്രഗ്നൻസിയിൽ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ വോമിറ്റൊക്കെ ഉണ്ടായിട്ട് പാലൊന്നും കൂടാതെ ചിലപ്പോൾ പാലിന് ടേസ്റ്റ് പിടിക്കുന്നില്ല, അങ്ങനെ പ്രോബ്ലം ഉള്ളവർ നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട. കാരണം കൊച്ചിന് ഇതിൻ്റെ ഗുണമൊന്നും കിട്ടിയില്ലല്ലോ ഒന്ന് വിഷമമേ നിങ്ങൾ വേണ്ട. ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പാല് കുടിക്കുമല്ലോ, ഡെലിവറി കഴിയുമ്പോൾ നമ്മൾ ഒരു ദിവസം എന്തായാലും 3 നേരം നമ്മൾ പാല് തന്നെയായിരിക്കും കുടിക്കുക, അത് രക്ഷയും കൂടിയാണല്ലോ. അപ്പോൾ ആ പാല് കുടിക്കുമ്പോൾ നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒരു നേരോ അല്ലെങ്കിൽ 3 നേരോ 2 3 അല്ലി ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇട്ട് തിളപ്പിച്ച് അത് അരിച്ച് ആ പാല് നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റ് മിൽക്കിലൂടെ ആ ഗുണം കുഞ്ഞിന് കിട്ടിക്കോളും. അപ്പോൾ ആ വിഷമം മാറി കിട്ടിയില്ലേ, അതായത് മുമ്പ് കഴിക്കാൻ പറ്റിയില്ല എന്നുള്ള വിഷമവും മാറി കിട്ടിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുങ്കുമപ്പൂ കഴിച്ചാലുള്ള ഗുണം എന്താണെന്ന് മനസ്സിലായി, ഏത് സമയത്ത് കഴിക്കണം എന്നുള്ളത് മനസ്സിലായി. 6ാം മാസത്തിലാണ് കഴിക്കേണ്ടത് മെയിനായിട്ട്. അതിന് മുമ്പും പിമ്പും കഴിച്ചു നിർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ചും കൂടെ ഗുണം കിട്ടുന്നത് 6ാം മാസത്തിൽ കഴിച്ചാലാണ്. പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അതിൻ്റെ അല്ലി കഴിക്കരുത്, അതിൻ്റെ പാല് തിളച്ച് നന്നായി ബോയിൽ ചെയ്ത് ഇറങ്ങി ആ പാലേ കുടിക്കാവുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്തോളാം കേട്ടോ. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ.